നമസ്കാരം. ഇന്ന് നമുക്ക് ഭൂമിയെപ്പറ്റി കുറേ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും മൂന്നാമതായാണ് ഭൂമിയുടെ സ്ഥാനം. ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ സാന്ദ്രതയിൽ 1-ാം സ്ഥാനം, വലിപ്പത്തിൽ 5-ാം സ്ഥാനവുമാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങൾ താരതമ്യേന ചെറുതാണ്. പാറയും ലോകങ്ങളുമാണ് പ്രധാനമായും ഇവയിലെ ഘടകങ്ങൾ. ഈ 4 ഗ്രഹങ്ങളെ ഭൗമഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു. ഭൗമഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമിയാണ്. ഭൗമോപരിതലത്തിൻ്റെ 71% ഉപ്പുവെള്ളം നിറഞ്ഞ സമുദ്രങ്ങളാണ്. ബാക്കി ഭാഗത്ത് ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും, കരഭാഗത്ത് കായലുകളും നദികളും തടാകങ്ങളും ഉൾപ്പെടെ നിരവധി ജലപ്രദേശങ്ങളുണ്ട്. ഭൂമിയിലെ ജലം നിറഞ്ഞ എല്ലാ ഭാഗങ്ങളും ചേർന്നതാണ് ഹൈഡ്രോസ്ഫിയർ. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞു മൂടിക്കിടക്കുകയാണ്. ഇപ്രകാരം ഭൗമോപരിതലത്തിൽ ജലം ഖരരൂപത്തിൽ കാണപ്പെടുന്നു. എല്ലാ പ്രദേശങ്ങളെയും പോലെ ക്രയോസ്ഫിയർ എന്ന് ഈ ഭാഗത്തെ വിളിക്കുന്നു. കടൽ, കായൽ, നദികൾ എന്നിവിടങ്ങളിലെ മഞ്ഞുപാളികൾ, ഹിമാനികൾ എന്നിവ ഇവയിൽപ്പെടുന്നു. ആഗോള കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ക്രയോസ്ഫിയറിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രപഞ്ചത്തിൽ ജീവൻ്റെ അഭയസ്ഥാനമെന്ന് പറയുന്നത് ഏക അഭയസ്ഥാനം ഭൂമിയാണ്. ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീല നിറമായതിനാൽ ഭൂമിയെ നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു. സമൃദ്ധമായ ജലസാന്നിധ്യമാണ് ഭൂമിക്ക് നീലനിറം നൽകുന്നത്. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതിയല്ല, മറിച്ച് ദീർഘവൃത്ത ആകൃതിയിലാണ് ഭൂമി കാണപ്പെടുന്നത്. ധ്രുവങ്ങളെക്കാൾ മധ്യഭാഗം വീർത്തിരിക്കുന്ന ഗോളമാണ് ദീർഘവൃത്തജം. ഇത് ഭൂമിയെപ്പറ്റിയുള്ള അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ.